guys, welcome back to our YouTube channel NR Vlogs. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചായയെല്ലാം കുടിച്ച് സ്കൂളിൽ പോയി. ഞാനും രഞ്ജുവും ചായയും കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ രഞ്ജു പറഞ്ഞിന്ന് രഞ്ജുവിടെ എന്നാൽ കറി വെക്കുവാണ്. അപ്പോൾ രഞ്ജു പറഞ്ഞിന്ന് പുളിങ്കറി കപ്പക്ക പുളിങ്കറിയും വെച്ച് ഉണക്ക് തരണ്ടി വാർക്കുകയും ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഇരിക്കണം. കപ്പക്ക പറിക്കണ്ടിക്ക് അങ്ങ് മുകളിലാണ്. ഇതിപ്പോൾ എങ്ങനെയാണ് പറിക്കുവാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കലാണ്. എങ്ങനെ രഞ്ജു പറിക്കുക? നീ പറിക്കുക? മട്ടത്തേരി പറിക്കണം. കപ്പക്ക പുളിങ്കറിയും മറ്റേ ഉണക്കത്തരണ്ടി വറവ് നല്ല രസമുണ്ടല്ലേ? ഇവക്ക് ഇഷ്ടമാണത് ഉണക്കത്തരണ്ടി വറവ്. മത്സ്യമൊന്നും വരെ കഴിക്കില്ല, ഉണക്കത്തരണ്ടി തിന്നു. എന്നാ പിന്നെ കപ്പക്ക പറിക്കട്ട്, പുളിങ്കറി വെക്കട്ടെ. കപ്പക്ക പുളിങ്കറി വെക്കട്ടെ. മോര് വെച്ചാൽ നല്ല രസമുണ്ടാവും. നല്ല മോര്, കട്ടി മോര്. കപ്പക്ക അങ്ങ് മുകളിലാണ്, വീടിനാക്കാട്ടി മുകളിലാണ്. കപ്പക്ക പറിക്കാൻ നിങ്ങൾക്ക് കാണിച്ചത്, നമ്മളെ കപ്പ വര ഞാൻ കാണിച്ചതല്ലേ. അമ്മയുണ്ട് കപ്പക്ക വയ്ക്കുന്ന കപ്പയ്ക്ക് ഇങ്ങ് മുകളില കിട്ടാ. ഇന്ന് എല്ലാ കപ്പയ്ക്ക് കുത്തുന്നു, എല്ലേൻ്റെ അകത്തുനിന്ന് പാല് വരുന്നുണ്ട്. കപ്പക്ക പുളിങ്കറി വെക്കാൻ വേണ്ടിയിട്ട് മോളിന്ന് പറിക്കുമ്പോഴേക്ക് വീണിട്ട് ഇങ്ങനെയായി പൊട്ടിപ്പോയി. പഴുത്തിച്ചില്ലേ? കപ്പക്ക ഇത് പഴുത്തിന് ഉണ്ടാ. ഇത് വെച്ച രസം ഉണ്ടാവില്ല പുളിങ്കറി വെച്ചാൽ. പിന്നെ ഒന്ന് വീണത് കുഞ്ഞായിപ്പോയി. ഇത് രസം ഉണ്ടാവുമെന്ന് വെച്ചാൽ വെച്ചോക്കല്ല. പുളിങ്കറി തന്നെ വേണ്ട എനിക്ക്. ഇത് വെക്കാം പുളിങ്കറി. ഇത്രയല്ലേ വേണം, പുളിങ്കറിക്ക് അത്രയേ വേണ്ടു. ഇതിനപ്പുറം ക്യാരറ്റ് മുറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ട്. ഇത് വെക്കാൻ കഴിയില്ലപ്പാ, ഇതായിട്ടില്ലേ. അപ്പൊ ഇത് പഴുപ്പിക്കാനും കഴിയില്ല, ഇത് പൊട്ടിയിട്ടില്ലേ. മുകളിൽ വീട്ടിനാക്കാട്ടി മുകളിലാണ് കപ്പ മരം. പുളിങ്കറി വെക്കാം. അപ്പൊ കപ്പക്ക പുളിങ്കറിയും ഉണക്കത്തരണ്ടി വറവ്, പിന്നെ ഇത് സമ്മന്തി ഇറക്കാണേ. നെല്ലിക്ക സമ്മന്തി അരച്ചാൽ നല്ല രസം ഉണ്ടാവും. സമ്മന്തി ഇറക്കാം അല്ലേ. ചോറടുപ്പത്തിൻ്റെ അത്ര തുടക്കലെല്ലാം കഴിഞ്ഞ് അപ്പൊ അലക്കവും തുടക്കലെല്ലാം കഴിയുമ്പോ സമയം പാടായി. പിന്നെ വിചാരിച്ചു മെല്ലനെ ചോറ് വെക്കാം. ഞാനും രഞ്ജുവല്ലേ ഉള്ളൂ. നമ്മളൊരു 12 മണിയാകുമ്പോൾ അവരൊക്കെ ചായയിലും വെച്ച് കുടിക്കലുണ്ട്. ഇനി ഇവിടെ പറഞ്ഞ് ചായ വെക്കണ്ട അമ്മയെന്ന് പറഞ്ഞിട്ട് ഇവിടെ വത്തക്ക മുറിച്ചിട്ട് പഞ്ചസാരയെല്ലാം ഇട്ടിട്ട് നമ്മൾ അങ്ങനെ കുടിച്ച്. ഇല്ലേ ഇങ്ങനത്തെ മൺചട്ടിയിൽ വെക്കണം, എന്നാലും നല്ല രസം ഉണ്ടാവുക. ഞാനധികം വേഗം എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിലും. അമ്മ വേഗം പണിയെടുപ്പാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെക്കും. പക്ഷെ അച്ഛനും എനക്കൊന്നും കുക്കറിൽ വെക്കുന്ന ഇഷ്ടമല്ല. ചട്ടിയിൽ വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. പണി ഒരുങ്ങാൻ വേണ്ടിയിട്ടില്ലേ പിന്നെ വേഗം കുക്കറിൽ വെക്കും. പുളിങ്കറിയുടെ വേഗം 2 വിസിൽ വരുമ്പോൾക്ക് ആയില്ലേ. ഇത് തേങ്ങ അരക്കി വയ്ക്കൂലേ കൊണ്ട് വേഗം പുളിങ്കറിയാവും. അതുകൊണ്ട് ഞാൻ അപ്പോൾ ഇവർക്ക് അച്ഛനും മക്കൾക്കൊന്നും ഇഷ്ടമല്ല, ചട്ടിയിലേ വെക്കണമെന്ന് പറയും. ചട്ടിയിലാന്ന് അമ്മീന്ന് പുളിങ്കറി വെക്കും. പക്ഷെ വിറക് കമ്മിയാണ്, അതുകൊണ്ട് ഞാൻ വെച്ചാൽ കുക്കറിലാകുമ്പോൾ വേഗം ആകുമല്ലോ ഗ്യാസിൽ. പക്ഷെ ഇന്ന് അമ്മ ഞാൻ പറഞ്ഞതുകൊണ്ട് ചട്ടിയിലാന്ന് വെക്കും. അതാണ് അമ്മ ഇന്ന് ചട്ടിയിൽ പുളിങ്കറി വെക്കണമെന്ന് ചട്ടിയിൽ വെച്ചേക്കാം. തരണ്ടി എങ്ങനെ വറക്കലെന്നാ, അതിൻ്റെ അകത്ത് ഉള്ളി മുറിച്ചിടും. ഉള്ളി കുറച്ച് വാടിയതിന് ശേഷം തിരണ്ടി ഇട്ടിട്ട് ഇത് വരട്ട് ചെയ്യുക. എന്നിട്ട് ഒരു കാന്താരി ഇങ്ങനെ കീറിയിടും. പിന്നെ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി കീറിയിടും. എന്നിട്ടാണ് നമ്മൾ ഉണക്കം വറക്കൽ. നല്ല രസമുണ്ടാവും. വേണ്ടി കറിവേപ്പില ഇടാം, നല്ല രസമുണ്ടാവും. ഇത് നിങ്ങളങ്ങനെ ആക്കിയിട്ട് തിന്നു നോക്കുന്നിട്ട് അഭിപ്രായം പറയും. അമ്മയുടെ നലക്കലേനു എന്നേരം കൊണ്ട് എന്നെ വിളിക്കുന്നത്. രഞ്ജു ഒരു സാധനം കണ്ടിട്ടില്ലെങ്കിൽ വാന്നിട്ട് ഞാൻ എന്നാ നോക്കുമ്പില്ലേ ഇവിടെ എത്രയാ മയിലെന്നറിയാം. കാണിച്ചറിയ നിങ്ങൾക്ക്. ഇത് കണ്ട കുറേ കുട്ടികളുണ്ട്. കുറേ കുട്ടികൾ, വലിയ 3 ഇല്ല മയിൽ, ബാക്കി എല്ലാം കുട്ടികളും 5-6 എണ്ണം ഉണ്ട്. 3 കുറേ ഉണ്ട്. ഇതണ്ട കാണുന്നുണ്ടോന്നറിയില്ല. കുറേ ഉണ്ട്. ആ മയിലിന് പീലിയില്ലാത്ത മയിലാ.
ഇതാണ് അമ്മേൻ്റെ സ്പെഷ്യൽ ഇഞ്ചിക്കറിയും പുളിങ്കറിയും പിന്നെ ഉണക്ക് വറുത്തതും. അപ്പം ചോറ് തിന്നട്ടെ. അമ്മ ചോറിനെടുത്തത് കണ്ടാ കപ്പക്ക പുളിങ്കറിയും ഉണക്കത്തേരണ്ടി വറവും അച്ചാറും. ഇത് മാങ്ങയും കാന്താരി അച്ചാറല്ലേ, നല്ല ടേസ്റ്റ്. നെല്ലിക്ക സമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. ഇവളോട് പറഞ്ഞു അമ്മ നെല്ലിക്ക സമ്മന്തി വേണ്ട, മാങ്ങ കാന്താരി ഇട്ടിട്ട് അച്ചാറാക്കിയതിൽ അത് മതി എന്നാണ്. അപ്പോൾ ഇതാ കണ്ട ചോറ് ചോറ് കണ്ട ഇങ്ങനെ ഉണക്കത്തേരണ്ടി വറുത്താൽ നല്ല രസം ഉണ്ടാവും. ഉള്ളി ഇട്ടിട്ട് വേണ്ട, ഉള്ളീൻ്റെ കളർ വേണ്ട, ഇങ്ങനെ ഉണ്ടാവുക. കൂട്ടിയിട്ട് ചോറ് ഒരു അടി അടിക്കട്ടെ. വേഗം ചോറ് തിന്നുന്നേ. അമ്മ ചോറ് തിന്നാണെങ്കിൽ വായിൽ വെള്ളം വരുന്നത്. ഞാൻ തിന്നിട്ട് ചോറ് നല്ല രസമാണ് ഇങ്ങനെ ആക്കിയാൽ. ലേശച്ചാണ്. ഞാൻ വേഗം ചോറ് തിന്നട്ടെ. ഇടുന്ന ചോറ് തിന്നാ ചോറ് തിന്നു ടി വിയും കണ്ടുകൊണ്ട് ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഇടുന്നപ്പോൾ ഇങ്ങനെ ടി വിയും കാണും, എന്നിട്ട് ഇങ്ങനെ ചോറ് തിന്നുകൊണ്ട്. അമ്മ ഉച്ചക്ക് സീരിയലാണ്. സീരിയലൊന്നും അങ്ങനെ കാണില്ല, ഒറ്റ സീരിയലേ കാണില്ല. സീരിയലൊന്നും എനിക്ക് ഇഷ്ടമല്ല, ഒറ്റ സീരിയൽ മാത്രം കാണും. പിന്നെ എന്തെല്ലോ കാണും ഞാൻ യൂട്യൂബിൻ്റെ അകത്ത്. കണ്ട ഇവള് മാങ്ങ അച്ചാർ എടുക്കാണ്ട് എന്നിട്ട് എൻ്റെ ചോറിൻ്റെ അകത്ത് കൈയിട്ട് വരുക. അമ്മ മാങ്ങാച്ചാർ ഓള് മാങ്ങ അച്ചാർ വേണ്ട, ഇഞ്ചിക്കറി വേണ്ട, ഇഞ്ചിക്കറി എടുത്തിന് ഓള് എൻ്റെ ഇതിൻ്റെ അകത്ത് കൈയിട്ട് വരുക. അപ്പോൾ വേഗം ചോറ് തിന്നിട്ട്. അമ്മ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കൊതിയാണ്. ഞാൻ വേഗം തിന്നിട്ട്. നിങ്ങളും ഇങ്ങനെ ഉള്ളി ഇട്ടിട്ട് മറ്റേ ഉണക്ക് വറുത്ത് നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോറിൻ്റെ ഒപ്പം. തുണി മടക്കുമ്പോ കണ്ട ഒരാളെ കളി കണ്ട ബക്കറ്റ് അടിമറിച്ചിട്ടിട്ട് എന്നോട് തിരിയാ. തുണിയെല്ലാം മടക്കി വെക്കല്ലേ. അപ്പൊ തുണി മടക്കി വെക്കുമ്പോ സിംബ പാലും കേട്ടാ ഇതിനകത്ത് ഉരുളുന്നു. ആ ഫോണ് രണ്ടോട്ടം ക്ലിക്ക്. നല്ല രസമുണ്ട് കാണല്ലേ. എൻ്റെ കൈൻ്റെ നിഴല് കാണുന്നില്ല, എന്നിട്ട് കടിക്കാൻ നോക്കണ്ട. സിംബ ഞാൻ അമ്മയും ചോറെല്ലാം തന്നിട്ട് ഇങ്ങനെ ഇരിക്കുവേന്ന്. അപ്പോൾ അമ്മയുടെ ഒരു പാട്ട് പാടുന്നത്. അമ്മ ഇങ്ങനെ ഇരുന്നേ പാടുന്നുണ്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട്. ഞാൻ വെച്ചാൽ അമ്മ എന്നാ പാട്ട് പാടുന്നു. അമ്മ ഇപ്പം പാട്ട് പാടുവേ, കേൾപ്പിച്ചറിയും. പാട്ട് എനിക്ക് അറിയുന്നില്ല, പക്ഷെ പണ്ടത്തെ ആ കാപ്പുടികാരുടെ പാട്ട് എനിക്ക് ഇഷ്ടമാണ്. നല്ല രസമില്ല പാട്ടൊക്കെ, കേട്ടാലും ഇതാവില്ല. അപ്പോൾ സിനിമയിൽ ഞാൻ യൂട്യൂബിൽ അപ്പം പറയും കാപ്പുടികാല വെക്കുന്നത്. അതിൻ്റെ അകത്ത് ആ പാട്ട് കേൾക്കാൻ പറ്റും. കുറേ പാട്ടില്ലേ, പണ്ടത്തെ പാട്ടെല്ലാം നല്ല നല്ല പാട്ട് ഓർമ്മയുണ്ട്, പക്ഷേ മറ്റേ പാടാനും ഓർമ്മയുണ്ടാവില്ല, പാടാൻ കിട്ടില്ല. നമുക്ക് എല്ലാ പാട്ടും അറിയാം. പണ്ടത്തെ എല്ലാ പാട്ട് പണ്ടത്തെ സിനിമയിലെല്ലാം ഇവര് സിനിമ വെച്ചിട്ടാകുമ്പോൾ ഞാൻ പാടും. അന്നേരം പറയും അമ്മ ടി വി കൂട്ടിക്കൊന്നിട്ട് ഞാൻ അമ്മ പാടിക്കുമെന്ന് പറയലുണ്ട്. അപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞ് പാട്ട് പാടുന്നു. തെറ്റുണ്ടാവും, എന്നാലും പാടിയൊക്കെ. അമ്മ എങ്ങനെ പാട്ട് പാടാം? അമ്മേൻ്റെ പാട്ട് കേൾപ്പിച്ചേ. മാനം മേലെ താരങ്ങൾ ചിന്നി ചിന്നി കത്തുമ്പോൾ ഇരുട്ടിലെ തെമ്മാടിക്കൂട്ടിൽ തുടിക്കുമീ തപ്പു താരങ്ങൾ. മണ്ണിനും മരങ്ങൾ വാരം, മരത്തിൽ ചില്ലകൾ വാരം, ചില്ലയിൽ കൂടൊരു വാരം, കൂടൊഴിഞ്ഞ പക്ഷികൾ, പക്ഷിക്കു ചിറകു വാരം, ചിറകു തൂവലോ വാരം, തൂവലോ കാറ്റിലോ വാരം, കാറ്റിലാടും കോലങ്ങൾ. പാൽനിലാവിലും ഒരു നൊമ്പരം, പാതിരാക്കിളി എന്തിനീ മൗനം, സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീരില്ല. അത്രേ അറിയില്ലു, ഓർമ്മയില്ല പാട്ട്. നോക്കിയിട്ട് അങ്ങ് പാടും, നോക്കാണ്ട് പാടാൻ അത്രേ അറിയില്ലു. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ പുതിയ വീഡിയോ. ബൈ.